وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وسلم وتسليما. اللهم صل وسلم وبارك وسلم عليه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അതുപോലെ എൻ്റെ സൗണ്ട് കേൾക്കടെ പ്രതി ഒരു മുഅ്മിനും മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ ഈ ദുനിയാവിൽ പഠിച്ചിട്ട് ആ മനുഷ്യന്മാർക്ക് സന്മാർഗത്തിಗೋಸ್ಕರ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രീതിയിലുള്ള വ്യവസ്ഥയെ റെഡിയാക്കി നമുക്ക് തന്നതാണ്. ആ വ്യവസ്ഥയിൽ ഒന്നാമത്തത് ഞങ്ങളുടെ ജീവന പദ്ധതിയിൽ എങ്ങനെ വേണം, ഞങ്ങളെ ആഹാരം, ഞങ്ങൾ നടക്കണമോ, ഞങ്ങൾ വരണമോ, ഞങ്ങളുടെ ശ്വാസ, ഞങ്ങൾക്ക് വേണായ ലൈറ്റ്, തന്നി, കാത്ത്, അതേപോലെ നമുക്ക് നടക്കുള്ള ഭൂമി, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റെഡിയാക്കി തന്നു. അതിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാജ്യത്തിന് വേണായ പല പുഷ്പങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തന്നു. അതിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജാവൽ നമുക്ക് റെസ്റ്റാക്കിയിട്ടും പോൾഡ് നമുക്ക് ഞങ്ങളുടെ സ്വർഗ്ഗത്തിಗೋಸ್ಕರ അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാജുൽ മുനീറാക്കി തന്നു. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുത്തരെ വലിയ ഒരുത്തരെ ചെറിയാക്കിയ കാരണം അവന് ಇನ್ನೊತ್ತರೆ സഹായത്തോടു കൂടി ജീവിച്ചിട്ട് അവന്റെ ആഹാരത്തെ അവൻ എടുത്തതിനോസ്കര എല്ലാ രീതിയിൽ അവനക്ക് ഉമ്മ, അബ്ബ, സംബന്ധ, കൂട്ടുകുടുംബ എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല റെഡിയാക്കി തന്നതിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ ഖുർആനിനെ നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഹിക്മത്ത്. ഇതിൽ നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. വലാ തഫറഖു, നിങ്ങൾ തമ്മിൽ ചിന്ന ഭിന്നമാവണ്ട. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ബോധന തരಗೋಸ್ಕರ ഞങ്ങളെ നബിയെ കടത്തിയ. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെന്ന നിങ്ങൾ നബിയെ ഫോളോ ആക്കൂ. നിങ്ങളെ നബിയെ ഫോളോ ആക്കിയിട്ടെങ്കിൽ നിങ്ങൾ നന്റെ ഫോളോ ആക്കിയത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെന്ന ഞാൻ ചെല്ലാത്ത ഒന്നിലും നിങ്ങൾ ചെല്ലുക തീരാൻ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ചെന്ന ലൈൻ അശ്റകത ലയഹ്ബതന അമലുക, നിങ്ങൾ എവിടെയെങ്കിലും ശിർക്കാക്കിയിട്ട് നിങ്ങളെ അമൽ നാം ബാത്തിലാക്കുക, ജാഗ്രത വെച്ചുള്ളൂ. നല്ലതിന് നിങ്ങൾ ചെല്ലുള്ളൂ, നാ ചെന്നത് മാത്രം നിങ്ങൾ ചെല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അംബിയ അലൈഹിസ്സലാത്തു വസ്സലാമുക്കും ബോധന ആക്കിയ പിന്നെ അല്ലാഹു സുന്ദരമായ നല്ല അവന്റെ കലാമായ ഖുർആന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖേ നമുക്ക് തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വിഷയത്തെ ആ ഖുർആനിൽ നമുക്ക് എന്താക്കി പഠിപ്പാട്ടി തന്നു. നമുക്ക് നോളജ് ഗെയിൻ ആക്കണമെങ്കിൽ ഒരു ബുക്ക് നോക്കിയിട്ട് ഖുർആന്റെ മുട്ട പോകേണ്ട അഗത്യമില്ല. അതല്ലാണ്ടെങ്കിൽ ആകാശ ഭൂമിയിൽ നോക്കിയിട്ട് ഖുർആന്റെ മുട്ട പോകേണ്ട അഗത്യമില്ല. ഖുർആന്റെ നോക്കിയിട്ട് പുറത്ത് പറയുമ്പോൾ ഞങ്ങൾക്കെല്ലാം കാണേണ്ടത് ഇത് അല്ലാഹുവിന്റെ ഹിക്മത്ത്. അതിൽ അർത്ഥം കഴിഞ്ഞിട്ടെങ്കിൽ ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കണം, ഞങ്ങളുടെ മേൽ ഫർദായിട്ട് കഡ്ഡായമായി മനസ്സിലാക്കണം.
ഒരു പക്ഷെ അവൻ അതിനെ മനസ്സിലാക്കിയില്ല, പഠിച്ചില്ല, അതില്ലാണ്ടെങ്കിൽ അതേപോലെ നടന്നില്ലാണ്ടെങ്കിൽ അവൻ നണ്ടൊന്നും പെട്ടൻ അല്ലാണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നിങ്ങൾക്ക് ചെന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു ആയത്ത് ഇറക്കി കൊടുക്കുന്നു. ആ ആയത്തിന്റെ പേര് ഹുജറാത്ത്. ഹുജറാത്ത് ചെന്നിട്ടെങ്കിൽ ഹിജ്രി ചെന്നെങ്കിൽ റൂം അല്ലെങ്കിൽ അക ചെറിയാക. ഹുജറാത്ത് ചെന്നിട്ടെങ്കിൽ അകന്ന ചെമ്മയാകാണ്. ഇത് എന്തിന് ഇറക്കി കൊടുത്തത് അല്ലാഹു ചെന്നിട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങക്കും ഒലിമ്പു ആക ചെറിയ 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 കൂടുകൾ. അതിൽ ഒരേ റൂം, വേറെ റൂമില്ല, ഒരു റൂം ഇങ്ങനെ ഓരോരോ ഇങ്ങനെ ഒലിമ്പോ അകയും ഇവിടെ മദീനത്ത്. ಇದಕ್ಕೆ ಹುಜರಾತ್. ಈ ಹುಜರಾತ್ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಇದರ ಗೌರವ ಇದನ್ನ മനസ്സിലാക്കുകോസ്കರ ഞങ്ങൾ ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം, ഞങ്ങൾ ദുനിയാവിൽ എങ്ങനെ ഞങ്ങളെ മുആമലാത്ത് ആക്കണം ചൊല്ലുന്നതിനോസ്കര ഈ ഹുജറാത്തിൽ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു ವ തആല ദുനിയാവ് വഴികാട്ടി കൊടുത്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു ವ തആല ദുനിയാവിലെ മനുഷ്യന്മാരോട് എന്തിരെ യാ അയ്യുഹല്ലദീന ആമനൂ, യേ മുഅ്മിനീങ്ങളെ. അല്ലാഹു ക്ലിയർ ആയിട്ട് സൂറത്തുൽ ഹുജറാത്തിലെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന വന്നതിൽ പിന്നെ ഒരു തെല്ലും നിങ്ങൾ എന്താക്കുകയില്ല, മുന്നിൽ പോകുകയില്ല, അവിടെ നിൽക്കും. നിങ്ങളെ സ്റ്റെപ്പിന് മുന്നിലോട്ട് പോകുകയില്ല. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും ഒരു വിഷയത്തെ നിങ്ങൾക്ക് ഖലാക്കൽ പിന്നെ ഇദാ ഖലല്ലാഹു അംറൻ, ഒരു വിഷയത്തെ ഖലാക്കൽ പിന്നെ നമുക്ക് അതിന് മേലെ ഇഖ്തിയാറായിട്ട് ഞങ്ങൾ മുന്നിൽ പോണേ ಹೊರತು അതിന് വിരുദ്ധമായിട്ട് പോകുകയില്ല. അതിന് വിരുദ്ധമായിട്ട് പോയെങ്കിൽ എന്താവുന്നു? അതേക്ക് അല്ലാഹു ഖുർആനിൽ ചൊല്ലേ വമൻ യഅസില്ലാഹ, ആരെയും ഓർത്ത ഇതിലെ ഉപദ്രാക്കിട്ട് ഇത് സമാല്ല ഞങ്ങൾ ഇത് സിറ്റുവേഷൻ സമമുണ്ടോ അല്ലാഹു റസൂലിന്റെ നിയമ സമാലാണെന്ന് ഞങ്ങൾ പോയിട്ടായെങ്കിൽ അവനക്ക് നരകമേ ഗതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് ചെന്നിട്ട് ലൈസ മിന്നീ, അവൻ നണ്ടിൽപ്പെട്ടവനല്ല. ആര്? നന്റെ വിരോധിച്ചവൻ, നന്റെ കാനൂന്റെ വിരോധിച്ചവൻ, അല്ലാഹുവിന്റെ കാനൂന്റെ വിരോധിച്ചവൻ നണ്ടവനിൽപ്പെട്ടവനല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ് മുഖേന നബി ചെന്ന് നാളോട്ട് അവന് നണ്ടവൻ പെട്ടവനല്ല ചെന്നാൽ പിന്നെ ഒരു കാലത്തും ഞങ്ങളെ പക്കടി ബലിയായിട്ട്, ഞങ്ങളെ താടി ബലിയായിട്ട്, ഞങ്ങളെ ഡ്രസ്സ് വെൽത്തായിട്ട് ഞങ്ങൾ യാറെ തസ്ബീഹ് എടുത്തുണ്ടു, യാറെ ഇബാദത്ത് എടുത്തുണ്ടു, യാറെ സുന്നത്ത് എടുത്തുണ്ടു, എന്താക്കി നബിയുടെ മാർഗത്തിൽ ഞങ്ങൾ ഇല്ലണ്ടായെങ്കിൽ ആ ഇബാദത്ത് അല്ലാഹുവിന്റെ സ്വീകാരമല്ല. അത് എത്ര വലിയ കുംഭമായിട്ടായും അല്ലാഹു അത് സ്വീകരിക്കില്ല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിട്ടായും ശിർക്കിന്റെ വിഷയത്തിൽ എന്തായെങ്കിൽ ആക്കിണ്ടായെങ്കിൽ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. നബിക്കും താക്കി. അപ്പൊ എങ്ങനെ ഞങ്ങൾ വേണം ഇന്നത്തെ അവസ്ഥ ഞങ്ങൾ ഒന്ന് നോക്കണം. എന്തേ ഞങ്ങളെ ചെറിയ ഖുർആൻ ഉണ്ടാ, ഞങ്ങളെ ചെറിയ ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാനൂനിലുണ്ടാ, ഞങ്ങളെ മുആമലാത്തുണ്ട, ഞങ്ങളെ പോക്കുവരവുണ്ട, ഞങ്ങളെ കിടക്കരുത്, ഞങ്ങളെ ഉണ്ണരുത്, ഞങ്ങൾ പ്രതീവറും മുആമലത്താകരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറത്തിലുണ്ടായില്ല. ഒരുപക്ഷെ അത് സീറത്തിൽ ഇല്ലുണ്ടായെങ്കിൽ വേഗം ഞങ്ങൾ റിട്ടേൺ വന്നിട്ട് ആ സീറത്തൊട്ട് ഞങ്ങൾ ടച്ച് ആക്കും. ഇനി സീറത്തിലൊട്ട് ടച്ച് ആക്കിയില്ലാണ്ടായെങ്കിൽ ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ മുട്ട സ്ഥാനമില്ല. റസൂലിന്റെ മഹബത്താക്കടങ്ങ ഞങ്ങൾ അല്ല വായിൽ ചെന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ ആശിക്കേ റസൂൽ പാട്ട് പാടിക്കും, നബിയുടെ വലിയ മധുരാക്കിക്കുന്ന കാര്യമില്ല. ഞങ്ങൾ നബിയുടെ പലക്ക് കേൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുഖാരി മുസ്ലിമിൽ വന്ന ഒരു ഹദീസായിട്ട് നബി എന്ത് ചെയ്യുന്നത്? ആരെയും കോർത്ത ഒരു വിഷയത്തെ പുതുതായിട്ട് ആക്കിയ അതിൽ ഞങ്ങളെ കൽപ്പന ഇല്ലണ്ടെങ്കിൽ ഞങ്ങൾ എന്താക്കും? തട്ടിവിട്ടുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ അകറ്റിയല്ല, അത് റദ്ദാക്കപ്പെട്ടതായിട്ട് കേൾക്കും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിന് തീരുമാനിക്കണം അതിന് മുന്നിലില്ല. ഒരു ഉദാഹരണം നാം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവരും ഗുഞ്ചിച്ചാണ്. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നവിടെ നിൽക്കലാണ്ട് കുറച്ച് എതിർകൊണ്ട് ആളല്ല. ആ ഉമർ റളിയല്ലാഹു മുട്ട ഒരു ബിശ്ർ ചെന്ന ഒരാള് യഹൂദി ഇസ്ലാമാണ്.
ഇസ്ലാമായിട്ട് ചൊല്ലുക, നാൻ മുസ്ലിമായ, നാൻ മൂമിനായ, ഞാൻ അള്ളാഹുവിനോടൊപ്പം അള്ളാഹുടെ റസൂലിനോടൊപ്പം നാം വിശ്വസിച്ച് ചെന്നിട്ട് മുസ്ലിമായിട്ട് നിങ്ങൾ നിങ്ങൾ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സ്വറാക്കുണ്ടേ. അതിൽ പിന്നെ ഒരു നാൾ എന്ത് ചെയ്തിട്ടുണ്ടായെങ്കിൽ, ഒരു നാൾ ബിശ്റും ഒരു യഹൂദിയും ഗലാട്ടയാണ് വലിയ ഗലാട്ടായാൽ പിന്നെ ആ ഗലാട്ടിൽ ഇത്യർത്ഥാക്കുന്ന ജണ്ടാലെ കൊണ്ടായില്ല. അങ്ങനെ യഹൂദി ചൊല്ല ഞങ്ങൾ സ്വറാക്കുക, ഇത് ഞങ്ങൾ ജണ്ടാലിട്ട് ഈ തീരുമാനം ആവില്ല, ഞങ്ങൾ സ്വറാക്കുക. അതായത് നിങ്ങളുടെ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ഈ തീരുമാനത്തെ വെച്ചിട്ട് അതിൽ എന്തൊരു ചൊല്ല് അത് നക്ക ഒപ്പിക്കാൻ യഹൂദി ചെന്നു. അപ്പൊ ഈ ബിസിൽ ചെന്ന ആള് മുനാഫിക്കാണ്, ഇസ്ലാമുടെ ഉൾക ബന്ധന മാത്രം അവന്റെ ഇതെല്ലാം ഉള്ളത് യഹൂദിത്തരായിട്ടാണ്. അവന് ചൊല്ല അല്ല, അതിനാണ് ബെറ്റർ. യഹൂദിമാരുടെ നേതാവായ അഷ്റഫ് ബിൻ കാബല്ലേ, കാബ് ബിൻ അഷ്റഫ് അല്ലേ, അവനൊട്ടൊക്കെ ഞാൻ തീരുമാനമാക്കുക ചൊല്ലുമ്പോൾ യഹൂദി ഹൈറാനായി പോയി. നീ ഒരു മുസ്ലിമാ, നീ ഒരു മൂമിനാ, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ആക്കണോ, നീ എന്ത് കാബ് ബിൻ അഷ്റഫിനെ മുട്ട കൊണ്ട് പോകുന്നുണ്ട്? ഞാൻ യഹൂദിയായിട്ട് നിന്റെ നബിയുടെ മുട്ട പോയിട്ട് ഫൈസലാക്കുക ചെന്നല്ലേ, നീ എന്ത് ഗൈര മുട്ട ഫൈസലാക്കുക ചെന്നേ? അപ്പൊ ബിസിൽ ചൊല്ലിട്ട് ഓക്കെ ഞങ്ങളെ നബിയുടെ മുട്ട പോയിട്ട് ഫൈസലാക്കുക എന്നിട്ട് രണ്ടാള് വന്നിട്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് വന്നാൽ ഇങ്ങനെ ഒരു വിഷയം നടത്തില്ല, നബിയെ ഞങ്ങളെ ഈ വിഷയത്തിൽ നിങ്ങൾ തീരുമാനം തരണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസിലോട്ട് കേട്ടു, നിന്റെ വിഷയത്തിൽ രണ്ട് ചൊല്ലു. അതേപോലെ ആ യഹൂദിലോട്ട് ചെന്ന് നിന്റെ വിഷയത്തിൽ രണ്ട് ചൊല്ലു. രണ്ടാളെ വിഷയം കേട്ടാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ആരെ നോക്കില്ല, ഓണ് മുസ്ലിമാ, ഓണ് മൂമിന, ഓണ് യഹൂദിയ, ഓണ് മറ്റോണായിട്ട് നോക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റുദാലായിട്ട് തീരുമാനം കൊടുത്തിട്ടു യഹൂദി കറക്റ്റ്. അത് ആരുടെ സമായില്ല, ഒരു മുസ്ലിം ചെന്ന് മുനാഫിക്കായ ബിസിർ സമായി അവന്റെ മുഖൽ ഒരു നമനിയായിട്ട് അതൊരു റാഹത്തില്ല, ഒരു തീരുമാനത്തെ ഒരു റാഹത്തില്ലാത്ത പോലെ അങ്ങനെ പുറത്ത് വന്നിട്ട് പിന്നെ യഹൂദിയിലോട്ട് ഓടിച്ചെന്ന വിസരിച്ചു. ഞങ്ങൾ ഉമർ റളിയല്ലാഹു പോയി അയാളോട്ട് ഈ തീരുമാനം വെച്ചിട്ട് അതിൽ എങ്ങനെ ചെന്ന് അങ്ങനെ നോക്കുകയാവും. ഓണ ഭാര്യ ഹൈറാനായി യഹൂദി ഇങ്ങനെ നേതാവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ തന്നെ ഒരു വിഷയത്തെ ഓണം ഒക്കുള്ള ചെല്ലുമ്പോൾ ഇത് എന്തൊരു അവസ്ഥ മനസ്സിലായില്ല. പിന്നെ അവന്റെ വിഷയത്തിനോസ്കരം ഉമർ റളിയല്ലാഹു അൻഹു പോയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ കേട്ടിട്ട് വിഷയമാണ്. അപ്പൊ വിഷയിലും ഇങ്ങനെ വിഷയം ഞങ്ങളെ ഇടപാട് അങ്ങനെ ആ യഹൂദിയും വിഷയിച്ചു. അപ്പൊ യഹൂദി ഒരു വിഷയം ನಾನು ഒരു ವಿಷಯ ಚೊಲ್ಲನಿ, ಅದು ಮಾತ್ರ ನೀವು ಹೋರಾಯ್ತು ಕೇಳ್ಕೊಂಡು ಅಂದ್ರೆ ನಂಗೆ ಇದೇ ವಿಷಯத்தை எடுத்து நபி ஸல்லல்லாஹு அலைஹி வஸல்லம் തങ്ങളെ മുട്ട പോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഈ വിഷയത്തിൽ ഫൈസല തന്നിരുന്നു. അതിൽ പിന്നെ ഇയാൾക്ക് മനസ്സ് റാഹത്തില്ലാണ്ട് ഇയാൾ വന്നിട്ട് ഈ വിഷയത്തിൽ നിങ്ങളെ വെച്ചത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു മുഖം ചുവന്നു പോയി. രണ്ടാളും நீங்க செல்லோட கூட நான் இப்ப பண்ணேன் ரூம்ல ஒழுங்க போய் ആ കവറിൽ നിന്ന് തലവാർ എടുത്ത് സീത പറിച്ചു വന്നു. ഒരേ ഒരു ബിസിന്റെ കലത്ത് വെട്ടി കണ്ടാക്കി രണ്ട് കണ്ട കലത്ത് യഹൂദി ഹൈറാനായി പോയാ അള്ളാഹും റസൂലും ഒരു തീരുമാനം എടുത്തൽ പിന്നെ അതിനെ സ്വീകരിച്ചില്ലെങ്കിൽ ഈ ഹുക്കുമായിട്ട് അത് ഖിയാമത്ത് തൊഴിലാകും. അള്ളാഹുടെ റസൂൽ ഒരു വിഷയം തീരുമാനിച്ചാൽ പിന്നെ അതിൽ ആര് അംഗീകരിച്ചില്ല അവന്റെ ഹുക്കും ഇതായിട്ട്. അങ്ങനെ ചില വലിയ ചരിത്രം മൂമിന്റെ കൽത്ത് കൊത്തിച്ചുകൊണ്ട് ഭാര്യയും പ്രചാരമായിട്ട് മദീനത്തിൽ എല്ലാവരും ചെന്നാലും ഇസ്ലാമിന്റെ കൽത്ത് അങ്ങനെ കൊത്തിരമോ അതെങ്ങനെ സമാവണം അതെന്റെ നബിയോട്ട് കേൾക്കാണ്ട് കൊത്തിയത് അങ്ങനെ ഇങ്ങനെ ചെന്നിട്ടാവുമ്പോൾ ഭയങ്കര ചർച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ട വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രചിച്ച് എല്ലാവരും ബന്ധിച്ച ഉമർ റളിയല്ലാഹു അൻഹു രചിച്ച് അതേപോലെ ഈ യഹൂദിയെ
യഹൂദിലൊട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എടുക്കുന്ന വിഷയമാണ്. അപ്പം ചെന്തായാൽ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ തീരുമാനിച്ച തീരുമാനത്തെ സമാധാന ആ ബിസിലെന്ന ആള് ഉമർ റളിയല്ലാഹു അൻഹു വിട്ട ആ തീരുമാനത്തെ വെച്ചിട്ട് അപ്പം ഞാൻ ഉമർ റളിയല്ലാഹു അൻഹു ഈ തീരുമാനം ആക്കിയ നബി എന്ന് ഞാൻ ഒരു വിഷയം എടുത്തു പാടിയ അത്രയും ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ കത്ത് കൊത്തി അത്രയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു ഒരു ആയത്ത് ജിബ്രീൽ ചൊല്ലി അള്ളാഹുടെ റസൂൽ ഒരു ആ വിഷയത്തിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ഫൈനലായിട്ട് അതിന് മുന്നിൽ ഇന്നൊരാളും പോയിട്ട് തീരുമാനം ആക്കുന്നത് അത് തപ്പായിട്ടില്ല. അള്ളാഹുടെ റസൂലിന്റെ എതിർക്കൊണ്ടതായിട്ടില്ല. അവനക്ക് ശിക്ഷ കൊടുത്തത് കറക്റ്റായിട്ട് അതിൽ യാതൊരു സംശയമില്ല. അവൻ മുനാഫിക്കായിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറത്തുൽ ഹശ്ർ ഒരു പുതിയ ആയത്തിൽ അപ്പൊ എല്ലാവർക്കും സമാധാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ തീരുമാനം കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് ഇതിലെ ഈ വിഷയത്തിൽ ചരിത്രം ഞങ്ങൾക്ക് മനസ്സിലാക്കുള്ളത് എന്ത് ഞങ്ങളെ ഇസ്ലാം ഇണ്ട് വന്ന് അണ്ട് വന്ന് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്ലാമാ അതല്ല വേറെ ഇസ്ലാം. ഇന്നൊരു പക്ഷെ എത്രയോ ആള് സമ്മതിക്കും വിലവിലെ ആലിനെ വിലവിലെ പക്കടി മുണ്ടാസി വിലവിലെ തങ്ങന്മാർ മഹാൻ എല്ലാവരെയും അത് അള്ളാഹുടെ റസൂലിന്റെ കൊണ്ട് മാർഗം അല്ലണ്ടായിരുന്നു. ആ മാർഗത്തിൽ കൊണ്ട് എപ്പോഴും അള്ളാഹുടെ ഖുർആനിലൂടെ നിങ്ങൾക്ക് തരമല്ല. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ അമലും നിങ്ങളുടെ എല്ലാ അമലും ഞാൻ എന്താക്കണേ പൊളിച്ചു വിട്ട്. അത് മാത്രമല്ല നിങ്ങളുടെ അമൽ പൊളിഞ്ഞിരുന്നു നിങ്ങൾക്ക് അർത്ഥാവുകയില്ല. കർത്താവുടെ ചെയ്യാമെന്നാണ് വലിയ ഇബാദത്ത് നിസ്കാരം എല്ലാം കൊണ്ട് അഭാവം മനസ്സൂറാക്കി പറയാൻ. അതുകൊണ്ട് സഹോദരന്മാരെ ഈ ഞങ്ങ ഇസ്ലാം രീതി എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു വേറെ പള്ളിയാക്കി അതെല്ലാം തൗഹീദിലെ പള്ളി നോക്കുമ്പോൾ ഇത് ഒരേ ഉദ്ദേശമായിട്ട് ഞങ്ങളുടെ എന്തായാലും ഒരു സംശയം ഞങ്ങൾക്ക് വന്നിട്ടെങ്കിൽ അതിന് ഞങ്ങൾക്ക് സമാപക ആയില്ലെങ്കിൽ ഞാൻ ഖുർആൻ സുന്നത്തിക്ക് മുടങ്ങും. അത് രണ്ടാലാവട്ടെ നാലാലാവട്ടെ പത്താലാവട്ടെ എത്രയാവട്ടെ ആദ്യ വിഷയമല്ല, വിശ്വാസത്തിനുള്ള വിഷയമായിട്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ബർക്കത്തും ആഫിയത്തും അതേപോലെ നിങ്ങളുടെ ദോഷം മന്നനാക്കുന്നതും എല്ലാ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫദ്ൽ നിങ്ങളുടെ മേൽ തൗഫീഖ് നിങ്ങളുടെ മേലിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും എന്തു സമയത്തും അള്ളാഹുടെ റസൂലിന്റെ വിഷയത്തിൽ ഞങ്ങൾ മുന്നിൽ കടന്നു തീരാം. അത് മാലമൂലതാവട്ടെ അല്ല ഇന്നാവട്ടെ നബിയുടെ കാലത്തിനുണ്ടാ ഏത് വിഷയ മധുവുണ്ടാ സീരത്തുണ്ടാ മണ്ണ് പിന്നൊന്നുണ്ടാ എന്തിലുണ്ട് നബി കൊണ്ടുവന്നത് അതിന് ഞങ്ങൾ കൊണ്ടുവരണം. എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നില്ല അതിനെ കൊണ്ടുവരുക തീരാം. അതേറ്റിക്ക് ഞങ്ങളെ പ്രവൃത്തിയായിട്ട് വേണമെങ്കിൽ നാം ഞങ്ങളുടെ എല്ലാ സഹോദരന്മാർക്കും ചൊല്ലുന്നതാണ്.